ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളും എന്നാൽ വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് പേരിടാൻ നമുക്ക് ട്രയാങ്കിളിന്റെ പേര് ABC. ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിഡ് പോയിന്റുകളാണ് നമ്മൾ വേറൊരു ലെറ്റർ ആയിട്ട് എടുക്കാൻ. നമുക്ക് PQR എന്ന് എടുത്താൽ ഇവിടെ തന്നിരിക്കുന്നത് ആ AC നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. AC ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പിയും ഈ ആറും ഈ ക്യൂ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ദ ട്രയാങ്കിൾ ABC ആണല്ലോ, മിഡ് പോയിന്റ് ആണ്. കൂടാതെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നു AC 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ AC 6 സെന്റിമീറ്ററും PQR എന്ന് പറയുന്നത് അത് മിഡ് പോയിന്റുകൾ കൂടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ത്രികോണവുമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ AC എന്ന് പറയുന്നത് എന്തിന് പാരലലായിരിക്കും? PQന് പാരലലായിരിക്കും. കൂടാതെ ACയുടെ പകുതി ആയിരിക്കും എന്ത്? PQ. ദാറ്റ് ഈസ് ഈക്വൽ ടു AC 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് 6/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മുടെ എന്ത് PQ എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. കൂടാതെ അടുത്തത് നോക്കുക, നമുക്കിവിടെ QR എന്ന് പറയുന്ന വശം തന്നിട്ടുണ്ട് അല്ലെ. ഈ QR എന്ന് പറയുന്നത് എന്തിന് പാരലലായിരിക്കും? ഈ ഒരു തിയറി വെച്ച് QRും അതേപോലെ തന്നെ ABയും എന്തായിരിക്കും മക്കളെ? പാരലലായിരിക്കും. ABയും എന്തായിരിക്കും? പാരലലായിരിക്കും. അതായത് ABയും Bയും പാരലലായിരിക്കും. കൂടാതെ ഈ QR എന്ന് പറയുന്നത് QR എന്തിന് പാരലലായിരിക്കും? ABക്ക് പാരലലായിരിക്കും. അതുപോലെ തന്നെ QR എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ AB എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 8 ആയിരിക്കും. therefore നമുക്ക് അതിന്റെ അകത്ത് നിന്ന് AB ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര സെന്റിമീറ്റർ എന്ന് എഴുതാം? 8 സെന്റിമീറ്റർ. ഇനി നമുക്ക് അതേപോലെ തന്നെ പറയാം PR എന്ന് പറയുന്ന വശവും അതേപോലെ തന്നെ BC എന്ന് പറയുന്ന വശവും എന്തായിരിക്കും? പാരലലായിരിക്കും അല്ലെ. PR എന്ന് പറയുന്ന വശവും BC എന്ന് പറയുന്ന വശവും പാരലാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് PR 5 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ BC ഈസ് ഈക്വൽ ടു therefore BC ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര ആയിരിക്കും? 10 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ദ തിയറം. ഓക്കെ ആണല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ. അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.